الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان يا غفور يا غفار. സ്തുതികളകിലവും നിനക്കാണു തമ്പുരാനെ, സകല തിരുമുൾക്കാഴ്ചകളും നിന്റെ മുമ്പിലാണ് തമ്പുരാനെ. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപദങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ട കടാഹത്തെ പടച്ച കോനെ, ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തിന്റെ കമാലേ, അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ, കരളിന്റെ കൃഷ്ണമേ, 7200 മൈലുകൾക്കപ്പുറം പുണ്യമദീന മലർവാടിയിൽ ഈ രാത്രിയിലും ഖുബ്ബത്തുൽ ഖളറാഇന്റെ താഴെ ഈ സദസ്സ് കാണുന്ന സാദിഖുൽ മുസ്തഫുൽ അമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇടമേൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഓശാരമായി ചൊരിയണമേ തമ്പുരാനെ. ആരുടെ ഓർമ്മയിലാണോ ഈ വിജ്ഞാന നികേതൻ, ഏതൊരു മഹാമനീഷിയുടെ സ്മരണയിലാണോ ഈ ജ്ഞാനനികേതന്റെ ഉൾത്തുടിപ്പുകൾ യമനിന്റെ സൗഗന്ധിക പൂവേ
കൊണ്ടോട്ടിയുടെ കാറ്റ്, കൊയിലാണ്ടിയുടെ തീരങ്ങളിൽ വീശിയ കാറ്റ്, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബാഫഖി. അല്ലാഹുവേ, അവിടുത്തെ മേൽ നിന്റെ പരലോക ദറജകൾ നീ ഉയർത്തണമേ തമ്പുരാനേ. ആത്മീയ വസന്തമേ, ഹൃദയങ്ങളിൽ നാഥന്റെ സ്നേഹം കൊണ്ട് നടന്ന നേതാ ശൈഖുനാ സുലൂക്കിന്റെ രാജകുമാരൻ ചപ്പനങ്ങാടി ഉസ്താദ്, അല്ലാഹുവേ, അവിടുത്തെ മദദ് നീ ഞങ്ങൾക്ക് നൽകണമേ. കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ട് പുഴയുടെ തീരത്തെ, സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലേ, മശഹൂർ പറ്റ കൊടപ്പനക്കല തറവാട്ടിലെ പൂങ്കാറ്റേ, യമനിന്റെ സൗഗന്ധിക പൂവേ, പാണക്കാട്ട പൂക്കോയാന്റെ മുത്തേ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, സയ്യിദ് ഉമർ അലി ശിഹാബ്. അല്ലാഹുവേ, അവരുടെ മേൽ അവരുടെ പരലോക ദറജകൾ നീ ഉയർത്തേണമേ അല്ലാഹ്. അഭിവന്ദരായ സയ്യിദ് അവർകളെ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഖുവൈബ് വാഫി അവർകളെ, ബഹുമാന്യരായ ആലിമീങ്ങളെ, സാദാത്യങ്ങളെ, ഹബീബിങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേരളമെമ്പാടും വിശിഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പരിപാടി ഇപ്പോൾ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറെയേറെ സ്നേഹമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബിങ്ങളെ, ഒരു മിനിറ്റ് പോലും എന്തെങ്കിലും ആമുഖം പറഞ്ഞ് ഞാൻ കളയുന്നില്ല. വളരെ മനോഹരമായ ഒരു പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. പലപ്പോഴായി പല മോതിരങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാതമും മിൻ വറഖ, അങ്ങനെ ഒരു മോതിരം കാണാം. അല്ലാഹു മുഹമ്മദ് റസൂൽ എന്ന് ഉല്ലേഖനം ചെയ്ത സീൽ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോതിരം കാണാം. യമനി ഹഖീഖിന്റെ കറുത്ത കല്ല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. ഇതൊന്നുമല്ലാത്ത വേറെ ഒരു മോതിരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. പുണ്യ നബി അത് ഊരി അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിങ്ങൾ ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിക്കൊണ്ടുവരണം. മദീന അങ്ങാടിയിൽ കലിമ എഴുതാൻ വേണ്ടി, കൊത്തിവെക്കാൻ വേണ്ടി അബൂബക്കർ തങ്ങൾ ആ മോതിരം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് ആ മോതിരവുമായി പുണ്യ നബിയുടെ അരികിലേക്ക് അബൂബക്കർ തങ്ങൾ വരികയാ. ആരംഭ പ്രവാചകരുടെ കയ്യിലേക്ക് ആ മോതിരം കൊടുത്തു. മുസ്തഫ നബി അതിലൊന്ന് നോക്കി. പക്ഷേ പ്രവാചക പുങ്കവന്റെ മുഖം വിവർണമാവുകയായിരുന്നു. അവിടുത്തെ മുഖകമലങ്ങളിൽ ദേഷ്യം ഇരമ്പി വരികയായിരുന്നു. ഹിമഗണങ്ങൾ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹരമായ മുഖകമലത്തിന്റെ വജ്രശോഭയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദേശത്തിന്റെ ചെമപ്പ് രാശികൾ പ്രത്യക്ഷപ്പെട്ടു. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, എന്തേ നബിയെ? അബൂബക്കറെ, ഞാൻ നിങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാനല്ലേ പറഞ്ഞത് അബൂബക്കറെ? നിങ്ങൾ അതിന്റെ താഴെ എന്തോ എഴുതി. നിങ്ങൾ എന്തിനാത് എഴുതിയത്? ഹബീബിങ്ങളെ, എഴുതിയത് എന്താണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. പുണ്യ നബി ലാ ഇലാഹ
എഴുതാൻ പറഞ്ഞപ്പോ അതിന്റെ താഴെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി എഴുതിയിട്ടാണ് ആ മോതിരം എത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അബൂബക്കറെ എങ്ങനെ എഴുതാൻ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെ എഴുതാതിരിക്കും ഹബീബേ? അർശിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പ്രവാചക സ്നേഹം കണ്ടില്ല മുഅ്മിനീങ്ങളെ? എന്തോരം ആളാണ് എന്നിട്ട് എന്തുട്ട് സ്വലാത്ത് ഇല്ലാതിരിക്കുന്ന ഹബീബിങ്ങളെ. ഇതാണ് നമ്മൾ നബി സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12 ഒരു ജാഥ നടത്തുക, മിഠായി വിതരണം ചെയ്യുക, നെയ്ച്ചോറടിക്കുക, പരിപാടി തീർന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമ്മളതിനു വേണ്ടി വാദിക്കുന്നവരുമാണല്ലോ. പക്ഷെ നമ്മുടെ പ്രണയമൊക്കെ എന്താ പറയുക, പുസ്തകങ്ങളുടെ പേജുകളിലാണ്, ഫ്ലെക്സുകളിലാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും റാലിയിൽ മാത്രം ഒതുങ്ങുകയാണ്. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഓർമ്മയുള്ളൊരു സദസ്സാണിത്. അവരുടെയൊക്കെ സിരകളിലും ഹൃദയത്തിലും പ്രണയമായിരുന്നു. അള്ളാഹു അങ്ങനെ നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരിക്കൽ കൂടി സലാത്ത് ചെല്ലൊന്ന് പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ ആരും അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ പിന്നെ ഖുർആനിലെ സലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കരുത്. ഖുർആനിൽ പറഞ്ഞുകൊണ്ട് ഇനി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന്. നമ്മൾ ഓട്ടോമാറ്റിക്കലി വരേണ്ട ഒരു കാര്യമല്ലേ സലാത്ത്. അർശിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. കുർസിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗഹിലും ഖലമിലും സിദ്റത്തുൽ മുന്തഹയിലും ബൈത്തുൽ ഉസയിലും ബൈത്തുൽ മഅമൂറിന്റെ മുകളിലും സ്വർഗത്തിന്റെ സപ്ത കവാടങ്ങളിലും ഉല്ലേഖനം ചെയ്ത നാമമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ അതുകൊണ്ട് ഞാൻ എഴുതി മോതിരത്തിൽ. എന്തേ? പുണ്യനബി പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, നബി ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല, നബി പറയാത്തതൊന്നും പറയാൻ പാടില്ല, നബി മജ്ലിസുൻ നൂർ നടത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ നടത്താൻ പാടില്ല, നബി മൈക്കിൽ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മൈക്കിൽ സംസാരിക്കാൻ പാടില്ല, നബി മങ്കൂസ് മൗലൂദ് ഓതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അല്ലേ? ഇവിടെ നബി പറയാതെ തന്നെ അബൂബക്കർ തങ്ങൾ എഴുതി റളിയല്ലാഹു അൻഹു. പക്ഷേ റസൂലുള്ള ചോദിച്ചു, മൂന്നാമത്തെ ഒരു പേര് കാണുന്നല്ലോ അബൂബക്കറേ, അതാരെഴുതാൻ പറഞ്ഞതാണ്? അബൂബക്കർ തങ്ങൾ ഞെട്ടി. ഇല്ല യാ റസൂലല്ലാഹ്, ഇല്ല യാ റസൂലല്ലാഹ്, മൂന്നാമത്തെ പേരതിലില്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന്റെ ശേഷം ഞാനൊന്നും എഴുതിയിട്ടില്ല ഹബീബ്. പുണ്യനബി മോതിരമൂരി അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അബൂബക്കർ തങ്ങൾ ആ മോതിരത്തിലേക്കൊന്നു നോക്കി, അവിടത്തെ കൽബങ്ങ് പൊട്ടി, ചുണ്ടു വിതുമ്പുകയാണ്, കണ്ണ് നിറഞ്ഞു തുളുമ്പുകയാണ്. കാരണം ആ മോതിരത്തിൽ മൂന്നാമത്തെ ഒരു പേര് തെളിഞ്ഞു കാണുന്നുണ്ട്. ആരാണോ ജിബ്രീൽ നെഞ്ചു ചേർത്ത് പിടിച്ച ശരീരത്തെ ഗാറു സൗർ എന്ന് പറയുന്ന ഗഹ്വരത്തിന്റെ ഉള്ളിലിരുന്ന് നെഞ്ചു ചേർത്ത് പിടിച്ചത് ആരാണ്? പാലായനത്തിന്റെ വേളയിൽ ശത്രുവിന്റെ കുതിര കുളമ്പടിനാദം ശ്രവണേന്ദ്രിയങ്ങളിൽ മുഴങ്ങവേ മുസ്തഫാനെ ചേർത്തു പിടിച്ചത് ആരാണോ? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടെങ്കിൽ അതിന്നയാളാണെന്ന് ആരെക്കുറിച്ചാണോ പറഞ്ഞത്? മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് മൂന്നാമത് മോതിരത്തിൽ കാണുന്നത്, തെളിഞ്ഞു കാണുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കറിയില്ല ഹബീബേ, ഞാൻ എഴുതിപ്പിച്ചിട്ടില്ല നബിയേ, ഞാൻ എങ്ങനെ ചെയ്യോ ഹബീബേ?
അറേബ്യയിൽ ഒരേഴ ചെറുക്കനായി ജനിച്ച ഞാൻ അങ്ങനെ ചെയ്യൂ നബിയെ. മനുഷ്യമഹാത്മത്തിന്റെ സകലമാന സവിശേഷതകളും സമഞ്ജസമായി സമന്വയിച്ച സായുജ്യ സാരഥ്യമാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ പേരിന്റെ താഴെ അബൂബക്കർ തങ്ങളെ എങ്ങനെ എഴുതുമോ ഹബീബേ, ഹബീബിങ്ങളെ? ഇല്ലല്ലോ, അങ്ങനെ എഴുതൂല്ല. പക്ഷേ മോതിരത്തിൽ അബൂബക്കർ തങ്ങളുടെ പേരുണ്ട്. അബൂബക്കറെ നിങ്ങൾ എഴുതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ മോതിരത്തിൽ ആ പേര് വന്നത്? എങ്ങനെയാണ്? ഉത്തരമില്ലാതെ കരയുകയാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. ആ സമയത്താണ് സപ്താകാശ ലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ഇറങ്ങി വരികയാ ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂബക്കർ പാവമാണ് നബിയേ. അബൂബക്കറിനോട് ദേഷ്യം വെക്കണ്ട റസൂലേ. അബൂബക്കർ നിരപരാധിയാണ് റസൂലേ. അബൂബക്കർ അങ്ങനെ എഴുതിപ്പിച്ചിട്ടില്ല നബിയേ. ജിബ്രീലേ, പിന്നെ എങ്ങനെയാണ് ഈ നാമം വന്നത്? പിന്നെ ആരാണ് അബൂബക്കറിന്റെ പേര് എഴുതിയത്? എനിക്കെന്റെ പൊന്നബൂബക്കറിന്റെ പേര് വന്നതുകൊണ്ട് വിഷമമില്ല ജിബ്രീലേ, പക്ഷെ എങ്ങനെ വന്നു എന്നറിയണം ജിബ്രീലേ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനാണത് എഴുതിയത്. അങ്ങയുടെ കയ്യിലേക്ക് മോതിരം തരാൻ പോകുന്ന ഒരൊറ്റ സെക്കൻഡ് നേരം കൊണ്ട് ഞാനാ ആ പേരെഴുതിയത് റസൂലേ. എന്താണ് കാരണമെന്നറിയോ? അള്ളാന്റെ കലിമ എഴുതാൻ പറഞ്ഞയച്ചപ്പോ ഹബീബേ, നിങ്ങളോടുള്ള പ്രണയം കൊണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അബൂബക്കർ നിങ്ങളുടെ പേരെഴുതിയില്ലേ നബിയേ? അള്ളാന്റെ റസൂലിന്റെ പേര് കലിമയുടെ താഴെ എഴുതാൻ സ്നേഹം കാണിച്ച അബൂബക്കറിന്റെ പ്രണയം അല്ലാഹ്ക്കിഷ്ടമായി റസൂലേ. ആകാശലോകത്ത് മാലാകമാർ ആഹ്ലാദത്തിലാണ് നബിയെ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ജിബ്രീലേ, എന്റെ ഹബീബിന്റെ പേരെഴുതിയ അബൂബക്കറിന്റെ പേര് നിങ്ങൾ എഴുതേണമേ. അതുകൊണ്ട് ഞാനാണ് നബിയെ അങ്ങയുടെ പേരെഴുതിയതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഈ വളവന്നൂരിനല്ലേ വേറെന്താ തുണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ പേര് പറഞ്ഞാൽ കാത്തുകുണ്ട്, എന്തെങ്കിലും ഒരു കുണ്ട്. ഇവിടെയുള്ള 20 കൊല്ലം കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരനോട്, അന്നത്തെ ഒരു ന്യൂ ജൻ ചെറുപ്പക്കാരനോട് ചോദിക്കുക, ആരാണ് റസൂല് മോനെ എന്ന് ചോദിച്ചാല്, മക്കത്ത് ജനിച്ചു മദീനത്ത് മരിച്ചു, അതിനപ്പുറം അവന് പറയാൻ പറ്റില്ല. ഒരു ചരിത്ര പുരുഷനെ പോലെ, ഗാന്ധിജിയെ ഒക്കെ പറയുന്നത് പോലെ നഊദു ബില്ലാ റസൂലുള്ളാഹിനെ പറയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഭൗതികനായ നബിയായിട്ടാണ്. നമ്മുടെ വേദികളിൽ പോലും പ്രവാചകനെ പ്രചരിപ്പിക്കുന്നത് ഭൗതിക നബിയാണ്. നമുക്ക് എപ്പോഴും ഒരു വിഷയമുണ്ട്, ഒരു പ്രമേയം, പുണ്യനബി കാരുണ്യമാണ്. ഞാനതിനെ എതിർക്കൊന്നുമല്ല, നമ്മളും പ്രമേയം വെച്ചിട്ട് എല്ലാ കൊല്ലവും കാരുണ്യം തന്നെ. എന്താ നബി ധീരനല്ലേ? എന്താ അത് പറയാൻ നമുക്ക് ഇത്ര പേടി? നബി ഇങ്ങനെ ഒരു പച്ചപ്പാവ, കാരുണ്യം മാത്ര. അല്ലെങ്കിൽ പറയും നബി ഉത്തമനായ കുടുംബനാഥനാ, ശരിയൊക്കെ തന്നെയാണ്. നബി ഉജ്ജ്വലനായ വിപ്ലവകാരിയ, അതും ശരിയാ. നബി സമുജ്വലനായ പരിഷ്കർത്താവ, അതൊക്കെ ശരിയാ. പക്ഷെ റസൂലുള്ളാഹിന്റെ ഭൗതികമായ സവിശേഷതകളാണ് നബിദിന പ്രഭാഷണങ്ങളിൽ പോലും നമ്മൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മപ്രകാശത്തെ പറയാതെ പോയാൽ 1000-ഓളം ആളുകൾ കൂടി ഒരു സദസ്സിൽ നിന്ന് അറിയാതെ സലാത്തിന്റെ അലമാല ഇന്ന് വരാത്തത് പോലും ആ ഒരു കാരണം കൊണ്ടാ ഹബീബേ.
ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഹൃദയത്തില് മുസ്തഫാന്റെ നൂറാ. നമ്മുടെ ഹൃദയത്തിലോ നബി ഒരു ചരിത്ര പുരുഷനാണ്. ആരാണ് റസൂലുള്ളാഹ്? അന മിൻ നൂരില്ലാഹ്, അന മിൻ നൂരില്ലാഹ്, അന മിൻ നൂരില്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്, ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി. സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളത്താര പദങ്ങള്, മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ മിന്നൂരി, എന്റെ നൂറിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിലിപ്പ് കെയ്റ്റി പറഞ്ഞ നബിയല്ല. ഇപ്പൊ റബീഉൽ അവ്വൽ വരികയാണ്, സകല പ്രഭാഷകന്മാരും പറയാം അതന്നെ. 4-5 ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ഗംഭീര പരിപാടിയായി നമുക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അല്ല, നന്നായി പറയുന്നവരെ കുറിച്ചല്ല കേട്ടോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റിച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ആക്കി. മുഅ്മിനീങ്ങളെ, ഈ മൂത്രമൊഴിച്ച വെള്ളമെടുക്കാത്തവന്റെ ഫത്വ വേണം നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാന്ന് ഹബീബ് തന്നെ പറഞ്ഞു, അന മിൻ നൂരില്ലാ. അത് നമുക്ക് പറയാൻ പേടിയാ. മുസ്തഫായ നബി അള്ളാന്റെ പ്രകാശാന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പിരിക്കയിറ്റി പറഞ്ഞതാ നമ്മുടെ വേദവാക്യം. നമ്മൾ ഇംഗ്ലീഷിന് എതിരൊന്നല്ല. ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ, നോട്ട് ഡിലേ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന SKSFകാര്. പക്ഷെ ഞാൻ പറയാ, ദുരഭിമാനികളാകരുത് നമ്മൾ. മൂത്രമൊഴിച്ചാൽ വെള്ളമെടുക്കാത്തവന്റെ ഫത്വ ഒരു പബ്ലിക് സ്പീച്ചിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആദരവായ റസൂലുള്ളാഹിനെ ഹൃദയത്തിലേക്ക് കയറ്റി വെക്കണമെങ്കിൽ ഉമ്മത്ത് മുസ്തഫയോട്, ഉമ്മത്ത് മുഹമ്മദിനോട് മുസ്തഫായ നബിയുടെ പ്രകാശത്തെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. മൈക്കിളച്ച് കാട്ട് പറഞ്ഞു, ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ, വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഓൺലി വണ്ടർഫുൾ മാൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ലെജൻഡ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. തേങ്ങാക്കൊലയാണ്. അബീബിങ്ങൾ എന്താണ് ഈ മാണിക്കക്കല്ല് പറഞ്ഞെന്നറിയാം? ഇയാൾ എന്താ എന്നിട്ട് മുസ്ലിം ആകാഞ്ഞത്? ഇയാൾ എന്താണ് മുസ്ലിം ആകാതിരുന്നത്? അയാൾ മുസ്ലിം ആകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ആരും മുസ്ലിം ആകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പിരിവിക്കയറ്റി മുസ്ലിം ആകാതെ മരിച്ചുപോയി. ഹബീബിനെ ഇത്രയേറെ വാഴ്ത്തിയ മനുഷ്യൻ പ്രവാചകന്റെ ഭൗതികമായ വ്യക്തിത്വങ്ങളെയാണ് മനസ്സിലാക്കിയത്. നൂറായ നബിയെ, റസൂലായ നബിയെ അംഗീകരിച്ചിട്ടില്ല. അതാണ് നമ്മുടെ തലമുറ ഇനി അങ്ങനെ ആകാൻ പോവുക. ആരാ മോനെ നബി? അത് മറ്റേ ആളാ, ചരിത്ര പുരുഷൻ. നഊദു ബില്ലാ. അയാൾ പറഞ്ഞതൊക്കെ ശരിയാ. വിത്തൗട്ട് എ പാലസ്. നബിക്ക് കൊട്ടാരം ഉണ്ടായിരുന്നില്ല. നഫസീൽ ഹൈ നമഹൽ സറാ തേരാ ഫർസ് ഹൈ വഹി ബൂരിയാ. കോട്ടകളും കൊത്തളങ്ങളും മുസ്തഫായ നബിക്ക് ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് സ്റ്റാൻഡിംഗ് ആർമി, സ്ഥിരമായ ഒരു സേന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. യുദ്ധാവസരങ്ങളിൽ ആവശ്യം വരുമ്പോഴൊക്കെ ആ ഈത്തപ്പനയ്ക്ക് നനയ്ക്കുന്ന ആളുകൾ ഓടി വന്നുകൊണ്ട് വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടേ ഉള്ളൂ. വിത്തൗട്ട് എ ബോഡി ഗാർഡ്, പ്രവാചകൻ ഒരു അംഗരക്ഷകൻ ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, സ്വിസ് ബാങ്കിൽ പ്രവാചകൻ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഓൺലി വണ്ടർഫുൾ മാൻ. ലോക ചരിത്രത്തിലെ മഹാത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പറഞ്ഞ ഫിലിപ്പ് കിറ്റി മുസ്ലിമായിട്ടില്ല ഉമ്മത്തെ. അയാൾ കണ്ട നബി നൂറായ നബിയല്ല. അയാളുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹിന്റെ പ്രകാശത്തോട് പ്രണയമില്ല. വേറൊരു പുസ്തകം നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ അത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുക. മാറ്റം വരുമോ നോക്കാം. ദി 100 അല്ലേ, a ranking of the most influential persons in history. ലോക ചരിത്രത്തിലെ 100 മഹാന്മാരുടെ ചരിത്രം പറഞ്ഞൊരു പുസ്തക.
എന്തൊരു വിഡ്ഢിത്തമാണ് മുഅ്മിനീങ്ങളെ. എനിക്ക് തോന്നുന്നു മഅദനിയാണത് കേരളത്തിൽ ആദ്യം പ്രസംഗിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകട്ടെ. പക്ഷെ മഹാപൊട്ടത്തരാണ്. ആ പുസ്തകമൊന്നും നമ്മൾ പ്രസംഗിക്കരുത്. നമ്മുടെ വാഫി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തുറന്നു പറയാ. ഒരു പബ്ലിക് വേദിയിൽ വേണമെങ്കിൽ മറ്റുള്ളവരും പ്രവാചകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാതെ നമ്മുടെ ഉമ്മത്തിനോട് അതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തൊരു വിഡ്ഢിത്തമാണ് ആ പുസ്തകം. ഫസ്റ്റ് ചാപ്റ്റർ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ അധ്യായം മുഹമ്മദ് നബിയ. ബാക്കി ആരൊക്കെയാണ്? എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ആരാണ് വേറെ ഒരാളെന്നറിയോ? ബർണാഡ് ഷാ, ലോക സാഹിത്യത്തിന്റെ ഏഴാകാശം കീഴടക്കിയ വലിയ മനുഷ്യനാണ്. പക്ഷെ പച്ച വ്യഭിചാരിയായിരുന്നു അദ്ദേഹം. ബർണാഡ് ഷാ വ്യഭിചാരിയായിരുന്നു. ഒരാൾ വിക്ടർ യൂഗയാണ് പാവങ്ങൾ എന്ന് പറയുന്ന തന്റെ മാസ്റ്റർ പീസ് നോവലിലൂടെ ലോക സാഹിത്യ കുതുകുകളുടെ മാനസ കൊട്ടാരത്തിൽ കയറിയിരുന്നയാളാണ് വിക്ടർ യൂഗോ. മുഴുത്ത കള്ളുകുടിയനായിരുന്നു അദ്ദേഹം. മതിയായില്ലേ? ഒരാൾ ഹിറ്റ്ലറാണ്, പറയണ്ടല്ലോ മൂപ്പരുടെ മഹാത്മ്യം എന്താ. ഒരാൾ ബെനിറ്റോ മുസോളിനിയാണ്, അയാളുടെ മഹത്വം ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഒരാൾ ഗാന്ധിജിയാണ്. തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും കുറ്റൊന്നുമില്ലെങ്കിലും റസൂലുള്ളാന്റെ അടുത്തൊന്നും നിൽക്കാൻ വല്ല ക്വാളിറ്റി ഒന്നും മോഹൻദാസ് കരംചന്ദിനില്ല. നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നു. നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവാണ്. എല്ലാം ശരിയാണ്. റസൂലുള്ളാന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയ ക്വാളിറ്റി ഉണ്ടോ? ഇതാണ് 99 ആൾക്കാരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ യോഗ്യത. എന്നിട്ട് ഈ പുസ്തകത്തിൽ റസൂലുള്ളാനെ ഒന്നാമത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മതപ്രസംഗ വേദികളിൽ ഈ പുസ്തകത്തെ പ്രസംഗിക്കുന്നത്. യതീംഖാനയിലെ കുട്ടികള് ഈ റബീഉൽ അവ്വലിന് ഒരു പുസ്തകക്ക് ഒന്നാം പ്രവാചക എന്നെഴുതിയ സുകുമാർ മുസ്ലിമായിട്ടില്ല. ആകണമെന്ന് എനിക്കോ നിങ്ങൾക്കോ നിർബന്ധമില്ല. ഞാൻ വെള്ളത്തോളിന്റെ നാട്ടുകാരനാ. മഹാകവി നാരായണ മേനോൻ ജ്ഞാനമെന്ന് പറഞ്ഞ കവിത എഴുതിയ ആളാ. റസൂലുള്ളാന്റെ മദ്ഹ് പറഞ്ഞയാളാ. പക്ഷേ മുസ്ലിമായില്ല. ആകണമെന്ന് നിർബന്ധമില്ല. ആകാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ കണ്ട നബി ഭൗതികനായ നബിയാണ്. പ്രകാശമായ നബിയെ അവരംഗീകരിച്ചിരുന്നുവെങ്കിൽ മുസ്ലിമാ. അതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദ് പ്രവാചക പ്രകാശത്തിലേക്ക് വഴി നടക്കണമേ. സുലൂക്കിന്റെ രാജപാതകളിൽ ആ പ്രകാശം നമുക്ക് വഴി കാണിക്കുന്നുണ്ട്. അന്നമിന്നൂരില്ല, അന്നമിന്നൂരില്ല, ഞാൻ അല്ലാഹുവിന്റെ വെളിച്ചമാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി, എന്റെ നൂറിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അപ്പോൾ എന്നിൽ മുഹമ്മദ് മുസ്തഫയുണ്ട്, നിങ്ങളിൽ മുഹമ്മദ് മുസ്തഫയുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ കനവിലും കനിവിലും തനുവിലും മികവിലും ഈ മുസ്തഫായ നബിയുണ്ട്. എന്ന് മാത്രല്ല, നമ്മുടെ മൊബൈലിലാരും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പൊക്കി പിടിച്ചാൽ കാണട്ടെ. മൊബൈലിലാരും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഓൺലൈനിലും പോകുന്നുണ്ട്. ജിഫിരി തങ്ങളിന്റെ മുഖത്തും ഇങ്ങനെ പേടിപ്പിച്ച് നോക്കണമൊക്കെ ഉണ്ട്. 10 മിനിറ്റ് ആയിട്ടൊന്നും വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. അതെനിക്ക് പൊരുത്തമില്ല. മുഴുവൻ എടുത്തോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പ്രോമിസ് ആണോ? ഉറപ്പല്ലേ? ഷുവർ ആൻഡ് പ്രോമിസ്. 10 മിനിറ്റ് ഇട്ടെങ്കിൽ ഞാൻ പറയാൻ പോണൊക്കെ വിവാദവും. അതുകൊണ്ട് ഞാൻ പറയാം, ഈ നരേന്ദ്രമോദിയുടെ ഹൃദയത്തിലുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് തെളിയണമെങ്കിൽ അയാൾ എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ പറയൂ നിങ്ങളെ. അയാൾ മുസ്ലിമായ നിങ്ങൾക്ക് എന്തത്ര വലിയ നഷ്ടം. നമുക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊക്കെ ഉണ്ട്. അയാളോട് സോഫ്റ്റ് കോർണർ ഒന്നുമില്ല, നമുക്കില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അദ്ദേഹത്തോട് ഒരു പ്രധാനമന്ത്രിക്കപ്പുറം വ്യക്തിപരമായ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അയാളല്ല നമ്മുടെ ഒരു ഭീകരജീവി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുഹമ്മദ് മുസ്തഫയുണ്ട്. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോല് കൊണ്ട് തുറക്കണം. അപ്പോൾ അത് കത്തും. അത് തുറന്നപ്പോഴാണ് മീനാക്ഷി അമ്മയുടെ മകൻ
ഫൈസലായി മാറിയത്. അത് തുറന്നപ്പോഴാണ് ഹംസത്തുൽ കറാറിന്റെ നെഞ്ചകത്ത് കയറിയിരുന്നിട്ട് മൂക്ക് ചെത്തിയ, കണ്ണു കുത്തിപ്പൊട്ടിച്ച, ചുണ്ട് ചെത്തിയെടുത്ത, പല്ല് കൊഴിച്ചു ചാടിച്ച, നാവ് വലിച്ചു മുറിച്ച, ചുണ്ട് ചെത്തി മാറ്റിയ, അതേ ഹൃദയത്തിൽ നെഞ്ച് പിളർത്തിയിട്ട് കരളെടുത്ത് കടിച്ചു തുപ്പിയ, ചരിത്രത്തിലെ കിരാതമായ കൊലക്ക് ശേഷമുള്ള ഒരു സംഭവത്തിന്റെ ഉടമയായ മഹദി സയ്യിദ ഹിന്ദ് റളിയല്ലാഹു അൻഹാ മുസ്ലിമായില്ലേ? ഇക്രിമ മുസ്ലിമായില്ലേ? അബൂ സുഫിയാൻ മുസ്ലിമായില്ലേ? ഉമർ മുസ്ലിമായില്ലേ? റളിയല്ലാഹു അൻഹും അജ്മഈൻ. നരേന്ദ്രമോദി മുസ്ലിം ആവില്ല എന്ന് നമുക്ക് എന്താ വാശി? അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. ഇന്ന് നോട്ട് നിരോധിച്ചതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടണ്ടെന്ന്, ഈ കാര്യത്തിൽ ദേഷ്യപ്പെടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നോട്ട് നിരോധിച്ചാൽ ദേഷ്യപ്പെട്ടോളൂ, ഈ കാര്യത്തിൽ ദേഷ്യപ്പെടണ്ട. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഹിദായത്തിന്റെ അർത്ഥം അറിയാതെ ഞാൻ പോകുമ്പോ എന്നെ വളയൊന്നും വേണ്ട, ഞാൻ ഫൈസലിന് കിട്ടിയ ഹിദായത്ത് കൊടുക്കട്ടെ എന്നാ പറഞ്ഞു, അല്ല മൂപ്പർക്ക് അധികാരം കിട്ടട്ടെ എന്നല്ല. അപ്പൊ മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല, അബ്സല്യൂട്ട്ലി നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ അത് അണഞ്ഞു പോയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോല് കൊണ്ടെന്നെങ്കിലും അദ്ദേഹം തന്റെ ഹൃദയം തുറന്ന അപ്പൊ കത്താൻ തുടങ്ങും മുഹമ്മദ് നൂറുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹൃദയത്തിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അണഞ്ഞു പോയിരിക്കുകയാണ് ഹബീബേ, അണഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചക പ്രണയം പുതിയ വർത്തമാനങ്ങളുടെ, പുതിയ തലമുറകളുടെ മാനസങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കണം. മദീന എന്ന് കേൾക്കുമ്പോ എനിക്കെന്ത് വികാരമാ, നിങ്ങൾക്കെന്ത് വികാരമാ ഉള്ളത്? എന്നാൽ മദീന എന്ന് കേൾക്കുമ്പോ കരയുന്ന ആളുകളുണ്ട്, മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ കരയുന്നവരുണ്ട്. എന്തുകൊണ്ടാ അവർ റസൂലുള്ളാഹിനെ അറിഞ്ഞു? ഞാനൊരു പ്രകാശമായിരുന്നു. ബൈന യദയില്ലാഹി അസ്സ വജൽ ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം. മനുഷ്യവംശത്തിന്റെ പിതാവായ ആദം നബിയെ പടയ്ക്കുന്നതിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈറ്റായിരുന്നു, ഞാനൊരു പ്രകാശമായിരുന്നു, അള്ളാന്റെ മുമ്പിൽ ഞാനൊരു വെളിച്ചമായിരുന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, അല്ലാഹു ആദമിനെ പടയ്ക്കാൻ ഉദ്ദേശിച്ചപ്പോ അൽഖാ ذلك النور في طينته, ആദം നബിയെ പടയ്ക്കാൻ ഉപയോഗിച്ച കളിമണ്ണിലേക്ക് എന്റെ പ്രകാശത്തെ അല്ലാഹു സന്നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ ഫീ സുൽബി ആദമ ഇലൽ അർള്, ആദം നബിയുടെ മുതുകിൽ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അറേബ്യൻ ഉപദ്വീപിലെ 6-ാം നൂറ്റാണ്ടില് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനായി ക്രിസ്താബ്ദം 521 ഏപ്രിൽ ഒരു തിങ്കളാഴ്ച പുലരാൻ 2 നാഴികയുള്ളതിന്റെ മുമ്പ് പുണ്യനബി ജനിച്ചു എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അത് ശാരീരികമായ ജനനമാണ്, അത് ഫിസിക്കലി വരവാണ്. ഈ മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉള്ള നൂറാ. ആദം നബിയുടെ DNA-യിൽ ഫീ സുൽബി ആദം, ഫീ സുൽബി ആദം, മൂത്താപ്പാന്റെ പേരൊന്നല്ലട്ടാ, ഫീ സുൽബി ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ മുതുകിൽ ഞാൻ ഇറങ്ങി വരികയാണ്. അതേ ഭൂമിയിലേക്ക് മുസ്തഫ യാത്രയാവുകയാ. ഫീ സുൽബിൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹൈന ഖുദിഫ ബിഹി ഫിന്നാർ, ആസറിയൽ സാമ്രാജ്യത്വ കൊളോണിയൽ പരിസകള്
അഗ്നിയുണ്ടാക്കി ആകാശം മുട്ടത്തി കുണ്ടാരം ഒരുക്കിയപ്പോ തെറ്റുവില്ലിൽ ഖലറത്ത് ഇബ്രാഹിമിനെ തീയിലെറിയുമ്പോ ഫീ സുൽബിൽ ഖലീൽ അലൈഹിസ്സലാം ഞാൻ ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം പ്രളയത്തിന്റെ വേളയിൽ ജൂദി പർവ്വതത്തിന്റെ മുകളിലേക്ക് നങ്കൂരമിടാൻ പർവ്വത സമാനമിരമ്പിയാർക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ നൂഹിന്റെ കപ്പൽ ചാഞ്ചാടി കടന്നു പോകുമ്പോ ഫീ സുൽബി നൂഹ് നബിയുടെ മുതുകിൽ ഞാനുണ്ട് മുഹമ്മദ് മുസ്തഫ. അതാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ദശക്കണക്കിന് നൂറ്റാണ്ടുകളിലൂടെ സംവത്സരങ്ങളിലൂടെ മുഹമ്മദീയ നൂറാനിയത്ത് മുഹമ്മദീയ പ്രകാശം ഒഴുകി 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 കടന്നു വരികയാ. വലം യസൽ യൻഖുൽനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഹിറാ إلى الأرحام زكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاع قط صلى الله على محمد. ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് നിന്ന് പറന്നു പറന്നു പോകട്ടെ മദീന മലർവാടിയിലേക്ക്. മക്കത്തോദിച്ച നീലാവേ മദീനത്ത നവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അബ്ദുല്ലാഹ് തന്റെ കനിയെ ആമിന ബിപേറ്റ മോനെ സല്ലല്ലാഹു അമ്പിളി തിങ്കൾ നിലാവോ അമ്പരത്തിനകെ ഒളിവോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പാരിജാതത്തിന്റെ പൂവേ പാതിരാവിന്റെ നിലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരമപരിശുദ്ധമായ മുതുകുകളിലൂടെയാണ് ഗർഭയറകളിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. അതാ റസൂലുള്ളാഹ്. ഇത് ഫിലിപ്പ് കെ ഹിറ്റിയുടെ മുഹമ്മദ് അല്ല, ഇത് മൈക്കിളച്ച് ഹാർട്ടിന്റെ മുഹമ്മദ് അല്ല, ഇത് സുകുമാർ കക്കാടിന്റെ കവിതയിൽ വിരിയുന്ന മുഹമ്മദ് അല്ല. ഇത് നൂറാ, ഇത് നൂറാ, ഇത് നൂറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ തലമുറകൾ അങ്ങനെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നത്. ഹബീബിങ്ങളെ മൊബൈൽ ഫോണിൽ ഓരോന്ന് കൈ പൊക്കി പിടിക്കുക. ഇപ്പോൾ ഓൺലൈനിലുള്ളവർ പൊക്കി ഉണ്ടാവും, മൊബൈൽ ഫോണിലുള്ളവർ പൊക്കി പിടിക്കുക. എന്തൂട്ട് നിങ്ങൾ പേടിക്കണ്ട സ്റ്റാ, ഇത് പിരിവിനൊന്നല്ല, ഒന്ന് പൊക്കി പിടിക്കുന്ന. ആവശ്യം വരും. കൈ ഇങ്ങനെ പിടിച്ചാണ് എല്ലാവരും. തങ്ങളും പിടിക്കണ്ടില്ലേ? ഉറക്കൊരാമ്യം പറ എല്ലാവരും. അങ്ങനെയൊന്നും പറഞ്ഞവർ ഉറക്ക പറ, അത്രയും പോരാ, ഒന്നുകൂടി ഉറക്ക പറ. അല്ലാഹുവേ
ഞങ്ങളുടെ മരിച്ചുപോയവർക്കൊക്കെ ദീർഘായുസ് നൽകണേ റബ്ബേ. അത് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെ. കുറെ ആൾക്കാർ ആമീൻ പറഞ്ഞില്ല, മുമ്പ് പ്രസംഗം കേട്ടവരിതിലുണ്ടാവും. എന്നാലും എത്രയോ തവണ കേട്ട തങ്ങൾ ആമീൻ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ സജീവ പ്രവർത്തകനാണ്. നമ്മുടെ എല്ലാവരുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളുടെയൊക്കെ പരിപാടി ലൈവായി ഇപ്പോൾ ഒരുപാട് ആളുകൾ വിദേശ രാജ്യത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണമായത് നമ്മുടെ തങ്ങളും അതേപോലെ ഒട്ടേറെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിങ്ങളെ, ഞാൻ മരിച്ചവർക്ക് ദീർഘായുസ് കൊടുക്കണേ എന്നാണ് ദുആ ചെയ്തത്. മനസ്സിലായ? മരിച്ചവർക്ക് എന്തുട്ട് ദീർഘായുസ്. അപ്പൊ ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതായാലും ചായ കൊടുക്കുകയല്ലോ, ലൈവ് വിടണ്ടട്ട. പ്രസംഗം എന്ന് പറഞ്ഞപ്പോ 2 മണിക്കൂർ തരിപ്പിക്കലാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആമീൻ പറയും നിങ്ങളെ. 2 മണിക്കൂർ തരിപ്പിക്കലാണ്. അതിന് 75,000 വാട്സ് മൈക്കൊക്കെ വേണം. അത് വളരെ കുറവുള്ളൂ തോന്നുന്നുണ്ട്. എന്നാലും ഇതിന്റെ ശബ്ദം ഭയങ്കര ഗംഭീരല്ലേ. അത്ര പോരെ, കമ്മീഷനൊന്നും വേണ്ടട്ടാ. ഞാൻ വെറുതെ പറഞ്ഞതാ. ലൈവിൽ വിടണ്ട, കട്ടാക്ക. ഹബീബിങ്ങളെ, അപ്പോ ആൾക്കാരുടെ ഒരു ധാരണ, നിങ്ങൾ നാളെ രാവിലെ ഇതിന്റെ മാനേജിങ് കമ്മിറ്റിയെയോ അല്ലെങ്കിൽ എന്നെ പരിപാടിക്ക് ക്ഷണിച്ച അടിമാലി ഫൈസി ഉസ്താദോ നമ്മുടെ ആഷിഖ് ഉസ്താദോ അവരോട് പറയും, ഗംഭീര പെർഫോമൻസ് ആയിരുന്നിട്ടാ, എന്താണ് ആളുടെ പ്രസംഗം. മുഅ്മിനീങ്ങളെ, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്കെന്താ കാര്യം? ഞാൻ പോകുമ്പോ ചിലപ്പോ ഞാൻ എല്ലായിടത്തും പറയണ ഇവിടെയും പറയാം, ഇവരൊരു കവറൊക്കെ തരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവർ കവർ തരുമോ? മുഅ്മിനീങ്ങളെ, തരുമോ? തരുമോ? എന്താ മിണ്ടാത്ത? തരുമോ? ആന്നോ? അല്ല, ഈ പൈസയുടെ കവറാ ഞാൻ പറഞ്ഞത്, നാളെ പിരിവിനുള്ള കവറല്ല. പൈസ കവർ തരുമോ? ഇല്ല. മുഅ്മിനീങ്ങളെ, ഇതൊരു ഉപകാരപ്പെടുന്നത്. എത്ര ലൈറ്റാണ് ഈ കത്തുന്നത്, എത്ര സൗണ്ട് സിസ്റ്റമാണ്. 4-5 ദിവസമായി ഇവിടെ പരിപാടി നടക്കുന്നു. ഈ സമയത്തെ കുറിച്ച് അള്ളാഹു എന്നോട് നിങ്ങളോടൊക്കെ ചോദിക്കും. ടൈം ആൻഡ് ടൈഡ് വൺസ് ലോസ്റ്റ് cannot be regained. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ട കിട്ടില്ല. വമല്ലം യഅരിഫു നഖ്സ മിൻ ഔഖാതി കുല്ലു ഔഖാതിഹി നഖ്സ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു. നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് അറിയാത്തവന്റെ സകല സമയവും നഷ്ടമാണ്. നമുക്ക് ഖബർ കേട്ട് കരയാം അല്ലേ? സ്വർഗം നമ്മൾ ഏതായാലും പറയാറില്ല. ഇന്നിവിടെ സിംസാറിലൊക്കെ പറഞ്ഞു, ഉദവി പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്നു. സിംസാറുൽ ഹഖ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് അല്ലാഹ് ടു ദി മുസ്ലിം കമ്മ്യൂണിറ്റി. അള്ളാഹ് നൽകിയ ഒരു വലിയ സമ്മാനമാണ് അദ്ദേഹം. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഹബീബിങ്ങളെ, അപ്പൊ നമുക്ക് പറയാനുള്ള വിഷയം മരണം, അനന്തര ജീവിതം, ഖബർ, നരകം, ഇതൊക്കെയാണ്. മലബാറിൽ എല്ലാ പ്രസംഗത്തിന് പോയാലും വഅള് കമ്മിറ്റിക്കാർ പറയുന്ന വിഷയത. എന്താ കാരണം? എന്താ കാരണം? ഖബർ പറഞ്ഞാൽ ഓഡിയൻസ് കരയും, കരഞ്ഞാൽ സംഭാവന കൂടും. അതാണ് സൈക്കോളജി. അടിമാലി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ പിരിക്കൊന്നും വേണ്ട, വഅള് പറഞ്ഞാൽ മതി, സന്തോഷം. അത് നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ കിടത്തണം, മൂടുകല്ല് വെക്കണം, മണ്ണിടണം, മൈലാഞ്ചി ചെടി വെക്കണം. എന്നാലാണ് ഒരു 5,000 രൂപ കൊടുക്കുള്ളൂ. ഞാൻ മരണത്തെ എതിർത്തുകയില്ല. എത്ര കാലമായി ഖബർ കേട്ട് കരയുന്ന ആ വയൽ കേട്ട് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഈബത്ത് പറയാ, പള്ളിയുടെ തിണ്ണയിലിരുന്ന് നമീമത്ത് പറയാ. അയൽപ്പക്കത്തൊരാളുടെ വീട് പൊന്നുന്നത് കണ്ടാൽ കുശുമ്പാണ് എനിക്ക്. നല്ലൊരു കാറ് അപ്പുറത്തെ പോർച്ചിൽ വന്ന് നിന്ന് അപ്പൊ നമ്മൾ പറയും, എന്താ പറയാ, പടച്ചോനെ കൊണ്ടുപോയി ഇടിക്കല്ലാഹുവേ. എന്നിട്ട് ഖബർ കേട്ട് കരഞ്ഞ ആൾ തന്നെയാണ് ഇത്. അപ്പോ ഖബറിൽ സ്വന്തം ദുഃഖം ആലോചിച്ച നമ്മ കരയുന്നത്, സ്വന്തം വിഷമം ആലോചിച്ച കരയുന്നത്, അള്ളാനെ ഓർത്തിട്ടല്ല. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാൻ ഒരു സദസ്സിലിരുന്ന് ആരെങ്കിലും അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും സാദത്തുഹും ഈമാന. ആ വൃദ്ധനയനങ്ങൾ നിറയുമത്രേ, ആ ചുണ്ടുകൾ വിതുമ്പി വിറക്കുമത്രേ. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വികാരമതാ. നമ്മൾ ഖബർ കേട്ട് കരയണത് എന്താ? പടച്ചോനെ, ഞാൻ അവിടെ പോയി കിടന്ന് ഇടങ്ങാറാകുമല്ലോ എന്ന് ആലോചിച്ചല്ല, അള്ളാൻ ആലോചിച്ചിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ തരിക്കണ്ട. ഈ ഡപ്പാങ്കുത്ത് തുടങ്ങി കുറെ കാലമായി.
നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെങ്കിലും മനസ്സിൽ മുസ്തഫായ നബിയോടൊരു സ്നേഹമുണ്ടായാൽ അത് മതി മോമിനീങ്ങളെ. എന്തിനാ വയല്? അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ 2-3 ദിവസം താമസിച്ചാ പോരെ, എന്തിനാണ് കുറെ വയല്? അവിടുന്ന് ഇവിടെ വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. MBA-ക്കും BBA-ക്കും പഠിക്കുന്ന ചെറുപ്പക്കാര്, അതെ നിങ്ങളെ പോലെ റഫ് ആൻഡ് ടഫ് ജീൻസ് അണിഞ്ഞ ചെറുപ്പക്കാര് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കുന്ന ഐ മദീന എന്ന് കേട്ടാൽ വിതുമ്പുന്ന ഒരു യുവത്വത്തിന്റെ നവജാഗരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആ സ്നേഹമാണ് വേണ്ടത്. മുസ്തഫായ നബി നൂറ. ഞാൻ മൊബൈൽ എടുക്കാൻ പറഞ്ഞ അതിനല്ല. അതുകൊണ്ട് ആ ദുആ ഞാൻ പിൻവലിച്ചിട്ട് അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ, അല്ലെങ്കിൽ മരിച്ചുപോയവർക്കൊക്കെ നിങ്ങൾ ആമീൻ പറയും. ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ് പറയേ. ഹബീബിങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാമയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ജിബ്രീലേ നിങ്ങളുടെ വയസ്സെത്രയാണ്? നിങ്ങൾക്ക് എത്ര കാലമാണ് ആയുസ്സായത്? ജിബ്രീൽ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കറിയില്ല, എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല ഹബീബേ. എന്നാലൊരു ഏകദേശം പറയുന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. ആ മൊബൈൽ കൊണ്ട് ഇപ്പൊ ഒരു ഉപകാരം ഉണ്ടാവും. ജിബ്രീൽ പറയുകയാണ് അലൈഹിസ്സലാം, യാ റസൂലല്ലാഹ്, 3-ാം തിരശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് റസൂലേ. ആ നക്ഷത്രം ഇന്നുദിച്ച പിന്നെ നാളെ ഉദിക്കില്ല, ഇന്ന് തന്നെ അസ്തമിച്ച് പിന്നെ ആ നക്ഷത്രം ഉദിക്കുന്നത് 70,000 കൊല്ലം കഴിഞ്ഞ അന്നുദിക്കും, വീണ്ടും അസ്തമിക്കും. പിന്നെ അത് 2-ാമത് 3-ാമത് ഉദിക്കണമെങ്കിൽ 70,000 കൊല്ലം വീണ്ടും കഴിയണം. പിന്നെ അത് 4-ാമത് ഉദിക്കണമെങ്കിൽ പിന്നെയും 70,000 കൊല്ലം കഴിയണം. അങ്ങനെ ഞാൻ ഈ നക്ഷത്രങ്ങളെ എണ്ണി ഹബീബേ 72,000 തവണ ഞാൻ ആ നക്ഷത്രത്തെ എണ്ണി. അതാണ് എന്റെ വയസ്സെന്ന് ഹളറത്ത് ജിബ്രീൽ. നിങ്ങൾ പറയും, എത്ര വയസ്സാണ് ജിബ്രീൽ അലൈഹിസ്സലാമക്ക്? എത്ര വയസ്സാണ്? ആ മൊബൈൽ ഫോൺ എടുക്കാൻ പറഞ്ഞത് അതിൽ ഗുണിച്ചു നോക്കാനാണ്. ഒരു സമ്മാനം തരുന്നതായിരിക്കും. ഞാൻ എല്ലായിടത്തും സമ്മാനം വാഗ്ദാനം ചെയ്യും, പക്ഷെ വാങ്ങാൻ ആരും ഉണ്ടാവില്ല. ഒരു മൊബൈൽ ഫോൺ സമ്മാനം തരാം. എൻ്റെ മൊബൈൽ ഫോണല്ല, സ്റ്റേജിലോ മുമ്പിലോ ഇരിക്കുന്ന ആരുടെയെങ്കിലും നല്ല മൊബൈൽ ഉണ്ടാവും, അത് വാങ്ങിത്തരുന്നത്. തല്ലിപ്പൊളി ഫോണാണ്. എത്ര മൊബൈലുകൾ? ഒരു തമാശക്ക് വേണ്ടി ചോദിക്കല്ലോ, എത്ര നിങ്ങൾ പറയും? എത്രയാണ്? ഒന്ന് പറയിസ്റ്റ എത്രയാണ്? ആർക്കും അറിയില്ല. ഭാഗ്യം. ചോദ്യം മനസ്സിലാകായിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയാം. ചോദ്യം മനസ്സിലാകായിട്ടാണ് ഒന്നുകൂടി പറയണ. ആ നക്ഷത്രം ഇന്ന് ഉദിക്കും, ഇന്ന് തന്നെ അസ്തമിക്കും. പിന്നെ ഉദിക്കണമെങ്കിൽ 2-ാമത് ഉദിക്കണമെങ്കിൽ 70,000 കൊല്ലം കഴിയണം. 70,000 കൊല്ലം കഴിയണം. അപ്പൊ 2-ാമത് ഉദിക്കും. 3-ാമത് ഉദിക്കണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. അപ്പോ 1, 2, 3 ഇങ്ങനെ ഓരോ നക്ഷത്രത്തിന്റെ ഇടയിലും 70,000 കൊല്ലം കഴിയണം. അങ്ങനെ 70,000 കൊല്ലത്തിന്റെ ദൈർഘ്യത്തിന്റെ ഇടവേളയിൽ ഉദിച്ചസ്തമിക്കുന്ന നക്ഷത്രത്തെ 72,000 തവണ ഞാൻ എണ്ണി റസൂലേ. അത്രയാണ് എന്റെ വയസ്സ്. അപ്പൊ എത്രയാണെന്ന് ചോദിച്ചത്? കുറെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണല്ലോ, ഒരൊറ്റയാൾ കൊണ്ടുണ്ടല്ലോ. ഉബൈവാഫിക്കൊക്കെ അറിയാം. ഇവർ പിന്നെ മൊബൈൽ ഫോൺ നല്ല ഉള്ളത് കണ്ട് വേറെ മൊബൈൽ വേണ്ടെന്ന് കരുതിയിട്ടാണ്. ഒന്ന് പറയിച്ച എത്ര പറഞ്ഞ വേണ്ട, ആരെയോ മൊബൈലിന്റെ ഭാഗ്യം. ആരെ പറഞ്ഞാളെന്ന് എഴുന്നേറ്റ് കാണട്ടെ. എന്താ പേര്? മൊബൈലിലാണ്. ഏതാ മൊബൈൽ? ഹാൻഡ്സെറ്റ് ഏതാ?
പറഞ്ഞോളൂ. ഹാൻഡ്സെറ്റ് ഏതാ? സാംസങ്ങിന്റെ ഏതാ സീരീസ്? ഗ്രാൻഡ് S3 പുതിയ സീരീസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ 504 കോടിയോ? ഡൗൺ. വേറെ ഇവിടുന്ന് ആരും പറഞ്ഞല്ലോ 504 കോടിയോ? ഈ മലപ്പുറം ജില്ലത്തെ മൊബൈലൊക്കെ 504 കോടിയാ. വേറെ ഏതെങ്കിലും ഉത്തരം പറയണ്ട. പോട്ടെ, സമയമല്ല, ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് നിർത്തും. ഉത്തരം എന്തോ ആകട്ടെ. 504 കോടി ഞാൻ മൊബൈൽ ഏതാന്ന് ചോദിക്കാൻ അതിൻ്റെ ഒരു കാൽക്കുലേറ്ററിലാണല്ലോ കുടിച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ ഈ ഡിജിറ്റൽ കൊണ്ടോ ഇല്ലേ നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയുടെ പഴയ സെറ്റൊക്കെ ആണെങ്കിൽ കൊള്ളൂല്ല. എന്തായാലും ഹബീബിങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ പറയുകയാണ്, ജിബ്രീലേ, 70,000 കൊല്ലത്തിന്റെ ഇടവേളയിൽ ഉദിച്ചസ്തമിക്കുന്ന നക്ഷത്രത്തെ 72,000 തവണ നിങ്ങൾ കണ്ടെങ്കിൽ ജിബ്രീൽ, ആ നക്ഷത്രം ഞാനാ, ആ നക്ഷത്രം ഞാനാ, മുഹമ്മദ് മുസ്തഫ. അതാണ് മുഹമ്മദ് മുസ്തഫ. ജിബ്രീലിനെ പടയ്ക്കുന്നതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം, ദ ലൈറ്റ് ഓഫ് വേൾഡ്, പ്രപഞ്ചത്തിന്റെ പ്രകാശമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ത്വഹ റസൂലുള്ളാഹി. ഇത് സഹാബത്ത് മനസ്സിലായപ്പോഴാണ്, ആ നൂറ് ഹൃദയത്തിൽ കയറിയപ്പോഴാ അവര് പ്രവാചകനെ പ്രണയം കൊണ്ട് മൂടിയത്, ആ നാമധേയത്തോട് ആദരവ് കാണിച്ചത്. നോക്കൂ നിങ്ങള്, കലീമുല്ലാഹ് മൂസ നബിയോടൊരിക്കൽ അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയേ, ഒരു നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാളുടെ മയ്യത്ത് മറവ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ നാട്ടിൽ പോയി ആ മയ്യത്തൊന്ന് മറവ് ചെയ്യണമേ. മൂസാ നബി ആ നാട്ടിൽ ചെന്നു, ആളുകളോട് ചോദിച്ചു, എവിടെയാണ് മയ്യത്ത്, ആരാണ് മരിച്ചത്? അവരാദ്യം പറഞ്ഞു, അത്രേ, ഇല്ല നബിയേ, ഇവിടെ ആരും മരിച്ചിട്ടില്ല. കലീമുല്ലാഹ്ക്ക് ദേഷ്യം വന്നു. അല്ലാഹ് പറഞ്ഞു മരിച്ചെന്ന്, നിങ്ങൾ പറയുന്നു മരിച്ചിട്ടില്ലെന്ന്, എവിടെ മയ്യത്ത്? അപ്പോഴവര് പറഞ്ഞു, ഉണ്ട് നബിയേ, ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തേ ഇല്ല എന്ന് പറയാൻ കാരണം? നബിയേ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം ക്വാളിറ്റിയുള്ള, നിങ്ങൾ വന്ന് ചോദിക്കാൻ മാത്രം മഹത്വമുള്ള ഒരാൾ ഈ നാട്ടിൽ മരിച്ചില്ല. ഇവിടെ മരിച്ചത് തെമ്മാടിയായ മനുഷ്യനാണ് നബിയേ, കള്ളുകുടിയനാണ് നബിയേ, വ്യഭിചാരിയാണ് നബിയേ, തിന്മയുടെ ഉപാസകനാണ് നബിയേ. അയാളെ നിങ്ങൾ അന്വേഷിക്കില്ലല്ലോ നബിയേ. മൂസാ നബി മയ്യത്ത് കാണാൻ പോയി. അവര് പറഞ്ഞു, ഞങ്ങൾ അയാളെ മറവ് ചെയ്യില്ല നബിയേ, അയാൾ തെമ്മാടിയാണ്, അതുകൊണ്ട് അയാളെ പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്, വേസ്റ്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ്, പട്ടികൾ കടിച്ചു വലിക്കട്ടെ. ആ മയ്യത്ത് കണ്ടു മൂസാ കലീമുല്ലാഹ് അലൈഹിസ്സലാം. അവിടെ പോയി മയ്യത്ത് കണ്ടു, കുളിപ്പിച്ചു, മറവ് ചെയ്തു. മടങ്ങുമ്പോ ജനങ്ങൾ ചോദിച്ചു, നബിയേ, ഇതെന്താ, ഒരു തമ്മാടിയെ നിങ്ങൾ ആദരിച്ചല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനപ്പോ സംശയമായി പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു, നാദാ, ഇതിന്റെ രഹസ്യമൊന്ന് അറിയിച്ചു തരണം റബ്ബേ, നിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. നസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ ഇറങ്ങി വരികയാണ്. കലീമുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീലേ, എന്താണ് ഇതിന്റെ രഹസ്യം? ഞാൻ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനല്ലേ, 5 പ്രധാന പ്രവാചകന്മാരുടെ അതേ ക്ലബിൽ അംഗമല്ലേ, ഞാൻ കലീമുല്ലാഹ് എന്ന ഡെസിഗ്നേഷനുള്ള പ്രവാചകനല്ലേ, അല്ലാഹുവിന്റെ വജസ് എന്ന പേരിൽ സ്ഥാന പേരുള്ള പ്രവാചകനല്ലേ ജിബ്രീലേ. പിന്നെ എന്താണിത്? ജിബ്രീൽ ചിരിതൂകിക്കൊണ്ട് പറയും,
പറയുന്നു, കലീമുല്ലാവേ, നിങ്ങൾ സംശയിക്കണ്ട, അയാൾ നരകത്തിലാണ്, സ്വർഗത്തിലല്ല. അമലില്ല നബിയേ, പാപിയാണ് നബിയേ. പിന്നെ എന്താണെന്നറിയോ, അയാൾക്കൊരു നന്മയുണ്ടായിരുന്നു മൂസ. എന്താ നന്മ? നിങ്ങളുടെ വേദഗ്രന്ഥമില്ലേ തൗറാത്ത്, അയാൾ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ട് നബിയെ. ഏത് തെമ്മാടിക്കും ചില നന്മകൾ ഉണ്ടാകും സഹോദരാ. ഇന്നലെ വരെ കള്ളുകുടിച്ചയാൾ ആരോ ഇബാദിന്റെ പ്രവർത്തകന്മാർ ഇടപെട്ടപ്പോ, പരിശുദ്ധ റമദാനിൽ പള്ളിയിൽ വന്നപ്പോ, എന്നും പള്ളിയിൽ വരുന്ന സ്വർഗം ഉറപ്പിച്ച ചില ആളുകള് ആ ചെറുപ്പക്കാരനെ കളിയാക്കുന്നില്ലേ? അല്ലേ? പിന്നെ അവൻ പള്ളി വരില്ല. ഇന്നലെ കള്ളുകുടിച്ച് റോട്ടിൽ തിമർത്തയാള് റമദാൻ 1 ളുഹറിന് പള്ളി വന്ന ഏത് കണ്ണുണ്ടാ നമ്മൾ നോക്കുക? ഹബീബേ, ഒരു പുരുഷായുസ് നമ്മുടെ ഇബാദത്ത് പൊളിച്ചു കളയാൻ അല്ലാഹ്ക്ക് കഴിയും കേട്ടോ. ഇന്നലെ വരെ തെറ്റ് ചെയ്തൊരു മനുഷ്യൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് പടച്ചോന്റെ കരുണ തേടി പള്ളി വന്ന അവനെ അഭിഹസിക്കല്ലേ സഹോദരാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ പറയുകയാണ്, ജിബ്രീലേ, അയാൾ തൗറ വായിക്കുന്നയാളാ. അത് വായിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ലേ? ഹബീബുല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പേര് മുഹമ്മദു എന്ന് കാണുമ്പോ ഖബ്ബലഹു വസല്ലമ അലൈഹി, ആ പേരിനെ അയാൾ ചുംബിക്കാറുണ്ട്. മുഹമ്മദ് എന്ന പേരിനെ അയാൾ ചുംബിക്കാറുണ്ട്. ആ പേരിന്റെ ആളുടെ പേരിൽ അയാൾ സലാത്ത് ചൊല്ലാറുണ്ട്. നമ്മൾ ചെല്ലുന്ന പോലെയാകണമെന്നില്ല, അയാൾക്ക് മുഹമ്മദ് നബി ആരാണെന്ന് അറിയണമെന്നില്ല. പക്ഷേ ആ പേരിനോട് അയാൾക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി, ഒരു വല്ലാത്ത അടുപ്പം, ഒരു ഇന്റിമസി അയാൾ ക്രിയേറ്റ് ചെയ്തു. മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിനെ അയാൾ ചുംബിക്കാറുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ തന്റെ ഹബീബിന്റെ നാമധേയത്തെ പ്രേമിച്ചു പോയ മനുഷ്യന് ദുനിയാവിൽ നിന്ന് ബഹുമാനത്തോടെ യാത്രയാക്കാനാ കലീമുല്ലാഹ് നിങ്ങളെ നിയോഗിച്ചത്. ഹദ്റത്ത് ജിബ്രീൽ. വാവ്, അമേസിംഗ് അല്ലേ? മുസ്തഫ നബിയുടെ ഒരു പേരിനോട് കാണിച്ച റെസ്പെക്ട് കൊണ്ട് ഒരു പ്രവാചകന്റെ തിരുകരങ്ങളാൽ ഖബർ ചെയ്യപ്പെടാൻ കഴിഞ്ഞു അയാൾക്ക്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സഹാബത്ത് സ്നേഹിച്ചത് മുഅ്മിനീങ്ങളെ. ചരിത്ര പുരുഷനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരപ്പ ഗാന്ധിജീനെ ഒക്കെ ഓർക്കണത്? സഹാബത്തിന്റെ സിരകളിൽ അത് കയറിപ്പോയി. കാരണം മുസ്തഫ നബിയുടെ നൂറ് അവരുടെ ഹൃദയത്തിലേക്ക് കയറി. ഞാനൊരു സംഭവം പറയാം. മദീനത്തെ പള്ളിയില് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഒരുപക്ഷെ ഈ പറയാൻ പോകുന്നതിന്റെ 1ാമത്തെ പാർട്ട് പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ ഓടിച്ചു പറഞ്ഞ അതിന്റെ 2ാമത്തെ പാർട്ടാണ് നമ്മുടെ പ്രമേയം. നോക്കൂ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ് 2-3 ദിവസം എഴുന്നേറ്റ് പോയപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുകയുണ്ടായി, നിരീക്ഷിച്ചു. പിന്നെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര നേരത്തെ പോകുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന കുറെ മാണിക്യക്കല്ലുകൾ ഉണ്ടല്ലോ, അല്ലേ? ഹബീബിങ്ങളെ, നമ്മൾ അവരെങ്ങനെ നോക്കിയിട്ട് വലിയ ആളാക്കാൻ നോക്കരുത്. ഇവിടെ ഇത്തരം ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് പലപ്പോഴും പരമവിഡ്ഢികളാണ്. എന്തുകൊണ്ടെന്നാൽ എഴുന്നേറ്റ് പോകണമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായമില്ല, നദ്വത്തുൽ മുജാഹിദിനും അഭിപ്രായമില്ല. സൗദി അറേബ്യയിലെ എല്ലാ പള്ളിയിലും
ഫ്ലെക്സ് ബോർഡിൽ തൂക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 33 ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഇതൊന്നും ചെല്ലാതെ സലാം വീട്ടിയാൽ നമ്മുടെ നാട്ടിലെ ഈ കടുക്കാത്തുണ്ടിലെ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നത് വിഡ്ഢികളായതുകൊണ്ടാണ്. എന്തെന്നറിയോ, ഇതവർക്കൊരു ദുരഭിമാനമാണ്. നമ്മുടെ ആൾക്കാരോ ഇപ്പൊ അങ്ങനെ പോകുമ്പോ ചൊവ്വേന്ന് വന്ന ആൾക്കാരെ മാതിരി അയാളെങ്ങനെ നോക്കും, ഒരു നോട്ടം. മൈൻഡ് ചെയ്യരുത് ഹബീബെ, മൈൻഡ് ചെയ്യരുത്. നോക്കിയിട്ട് വലുതായിട്ടാണ്, വിവരം കെട്ടവനാണ്. ഞാൻ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരാളല്ല. പറയേണ്ടി വന്ന എന്താന്ന് വെച്ചാ, ഒറ്റക്കിരുന്ന് ദുആ ചെയ്തൂടെ? അവിടെ ഒറ്റക്കിരുന്ന് ദുആയിരുന്നൂടെ? കൂട്ടുപ്രാർത്ഥനക്കല്ലേ എതിര്? ഫൈസലിന്റെ ഖബർ വരെ സിയാറത്ത് ചെയ്തില്ലേ? അല്ല, ഫൈസലിന്റെ ഖബർ വരെ സിയാറത്ത് ചെയ്തില്ലേ? അപ്പൊ ഒറ്റക്ക് ദുആയിരുന്നൂടെ അയാൾക്ക്? അപ്പൊ നമ്മൾ കുറച്ചാൾക്കാർ ഗൾഫിൽ പോകും, തിരിച്ചു വന്ന അവർ വിചാരം സലാം വീട്ടിയാ പിന്നെ ഇരിക്കാൻ പറ്റില്ല, ദുആ ചെയ്യാൻ പാടില്ല, എന്നിട്ട് അപ്പുറത്ത് പോയി ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കും. അപ്പൊ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ആദരവോടെ നോക്കും. കാരണം നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഇല്ലാത്തൊരു സ്റ്റൈലാണത്. ഇതന്നെയാണ് അവരുടെ ആഗ്രഹം, വെറൈറ്റി ഫീൽ ചെയ്യുക. ഇപ്പൊ ഒരു മരിച്ചോടത്ത് നമ്മൾ ദ്വാരക്കാന്ന് കരുതിക്കോളും, അവർ കൈ താത്തിയിടും. അപ്പൊ എല്ലാരും അവനെ നോക്കുകയാണ്, നമ്മളെല്ലാം ആമീൻ പറയുമ്പോ അവനെ നോക്കുക. അപ്പൊ അവങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പ്, മണ്ണാങ്കട്ടല്ലേ നോക്കി ആരെങ്കിലും വലുതാക്കണ്ട. ഇനി അങ്ങനെ ആരെങ്കിലും എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ, ഇപ്പൊ ഈ അങ്ങാടിയിലൊക്കെ ഇതിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, കേൾക്കുന്നുണ്ടാകുമല്ലോ. വിഡ്ഢിയാണോ നീ? വിഡ്ഢിയാണ്. ഒറ്റക്കിരുന്ന് ദുആ ചെയ്യ്. ഇമാമിന്റെ കൂടെ നിനക്ക് പറ്റില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 33 നിനക്കുണ്ട്. പണ്ട് പറഞ്ഞു കൊടുത്തില്ല, പിന്നീട് ഹുസൈൻ സലഫി പ്രസംഗിച്ചു. അല്ലേ? നിർത്തണ പേടിക്കണ്ട, നിർത്തണ നിർത്തണ നിർത്തണ. അവന് സുബി വരാണ്ട് പറയാ അല്ലേ? എന്റെ മാണിക കരിയും കല്ലുകളെ സുബി വരെ 109 എന്ന് പറഞ്ഞ നമ്പർ ഡയൽ ചെയ്യും. ആംബുലൻസ് വരും, ആംബുലൻസ്. നിങ്ങളെ കൊണ്ടുപോകാനല്ല, എന്നെ കൊണ്ടുപോവാ. ഹബീബിങ്ങളെ, അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ മൈൻഡ് ചെയ്യണ്ടട്ടാ. മനസ്സിലായില്ലേ പറഞ്ഞത്? മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാല് അവരങ്ങനെ നോക്കി വലുതാക്കണ്ടെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കിയിട്ട് വലുതാക്കുകയാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല. അബൂദുജാനയോട് പുണ്യനബി ചോദിച്ചു, നിങ്ങളെന്തേ ദ്വാക്കിരിക്കാതെ പോകുന്നേ? അത് പറഞ്ഞു, പുണ്യനബിയെ, എന്റെ വീടിന്റെ അടുത്ത് ഒരു ഈത്തപ്പൻ അങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. രാക്കാറ്റ് വീശണ കാലല്ലേ, ചൂടുകാലല്ലേ, രാത്രി ഈത്തപ്പഴം പൊഴിഞ്ഞു വീഴാറുണ്ട്. ഞാൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഇശ്റാഖ് കഴിഞ്ഞ് ഒക്കെ ചെന്നപ്പോൾ എൻ്റെ 2 കുട്ടികൾ ഈ പഴം പുലർക്കാലത്ത് അതെടുത്ത് കഴിക്കുകയാണ്. അന്യവന്റെ ഹക്കാട് ഞാനതെടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ, ആ പനയുടെ ഉടമസ്ഥൻ മുസ്ലിമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പ്രസംഗത്തിലൊക്കെ ജൂതെന്ന് പ്രസംഗിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. തിരുത്തുണ്ടെങ്കിൽ ആർക്കെങ്കിലും തിരുത്തിത്തരാം, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട്. അയാൾ അപ്പൊ ഒരു മുസ്ലിം. ആര്? അബൂദുജാന റളിയല്ലാഹു അൻഹു അല്ല, പനയുടെ ഉടമസ്ഥൻ. അപ്പോ ആ പഴമെടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ ഞാനത് അപ്പുറത്തേക്ക് തന്നെ ഇട്ടു. എന്റെ കുട്ടികൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പച്ചി, വിശപ്പാ, എനിക്ക് സങ്കടമായി റസൂലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ടത് പെറുക്കിക്കളയാൻ വന്നതാ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമാ. മുസ്തഫ നബി പറഞ്ഞു, അബൂദുജാന, നിങ്ങളുടെ അയൽവാസിയോട് വരാൻ പറ, ആ മനുഷ്യനോടൊന്ന് വരാൻ പറ. പുണ്യനബി മദീനത്തെ പള്ളിയിൽ ഇരിക്കവേ ധനാഢ്യനായ പനക്കാരൻ വന്നു, പനയുടെ ഉടമസ്ഥൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനെ, നിന്റെ അയൽപക്കത്തെ അബൂദുജാന ദരിദ്രനല്ലേ? അതേ നബിയേ,
നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പന അങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുന്നില്ലേ? ഉണ്ട് നബിയേ. ആ പന നിങ്ങൾ അബൂദുജാനക്ക് കൊടുക്കുമോ? എങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരു പന നിങ്ങൾക്ക് ഞാൻ തരാം, അത് റെക്കമെൻഡ് ചെയ്യാമെന്ന് മുഹമ്മദ് മുസ്തഫ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ദിവ്യവർത്തമാനമില്ലാതെ ഒന്നും സംസാരിക്കാത്ത നബി പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ നിനക്കൊരു പന തരാം. മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചോക്ക്, സ്വർഗം ഓഫറാണ്. സ്വർഗത്തിൽ പന തരാമെന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ്. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ലയാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ട നബിയേ. മുഅ്മിനീങ്ങളെ, ഇപ്പൊ ഈ മൈക്ക് പോയിന്റിന് പിന്നിൽ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മാറ്റിയെടുത്ത് ഹബീബായ നബി പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, പിരിവല്ല. മുസ്തഫായ നബി പറയാം, നിങ്ങൾ ഒരു തെങ്ങ് വെച്ച് ഈ ബാഫക്കി എത്തിങ്ങാനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? എന്താ മറുപടി പറയാ? പറഞ്ഞോളൂ, എന്താ മറുപടി പറയാ? കണ്ടില്ലേ പ്രവാചക സ്നേഹം കണ്ടില്ലേ? നിങ്ങൾ കരുതി പിരിവിനാന്ന്, അല്ല മാണിക്കല്ലുകളെ. റസൂലുള്ള ആണെങ്കിൽ നമ്മൾ എന്താ മറുപടി പറയാ? കണ്ടില്ലേ പ്രവാചക സ്നേഹം കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ മറ്റുള്ളവരൊക്കെ കുറ്റം പറയാം, അവരൊന്നും നബിയോട് സ്നേഹമില്ലാത്തവരാണ്, നമുക്ക് ഭയങ്കര സ്നേഹ. ചാടി എഴുന്നേറ്റ് പറയില്ല, മുന്നേ ഞാൻ തരാന്ന്. ഒരു തെങ്ങല്ല, എന്റെ തോപ്പ് മൊത്തം തരാന്ന് പറയില്ല. കാരണം സ്വർഗാണ് വാഗ്ദാനം. ദ്വാരക്കുമ്പോ പേര് പറയുന്നുള്ള സന്തോഷം കൊണ്ടല്ല, ഇവിടെ അനൗൺസ് ചെയ്യുന്നുള്ള സന്തോഷം കൊണ്ട്. സ്വർഗം റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്തു. പക്ഷേ അയാൾ പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങളൊരു തെങ്ങൊന്നും കൊടുക്കണ്ട, ഇവരൊരു ബക്കറ്റായിട്ട് വരും, അതിലൊരു ഹദിയ നിങ്ങൾ എല്ലാവരും ഇട്ടുകൊടുക്കും. അതിന് കുഴപ്പമില്ലല്ലോ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊണ്ടുപോയി കൊടുക്കണില്ലേ? ബക്കറ്റ് കൊടുക്കണില്ലേ? അതും വേണ്ടേ? എന്നാ വേണ്ട, നല്ല സ്ഥാപന, പിരിവൊന്നും വേണ്ട, അത്ര ബക്കറ്റ് കൊടുക്കണില്ലേ? ഹബീബിങ്ങളെ, അയാൾ പറഞ്ഞു തരില്ല നബിയേ. മുസ്തഫായ നബി പറഞ്ഞു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. അയാൾ ഇറങ്ങിപ്പോയി. മദീന ബസാറിൽ വാർത്ത പരന്നു. അവിടെ അതാ കൊടുങ്കാറ്റ് പോലെ ഒരാൾ ഓടിയെത്തി. മഹാനായ സയ്യിദുനാ അബൂദഹദാ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, നിങ്ങളൊരു ഓഫർ വെച്ചോ റസൂലേ, സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് പറഞ്ഞോ. അതെ, അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. ആ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നു ഹബീബേ. ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി അബൂദഹദ ഓടുകയാണ്. എന്റെ ഹബീബന്മാര് ആ പനയുടെ ഉടമസ്ഥന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, റസൂലുള്ള ചോദിച്ച പന കച്ചവടം ചെയ്യാൻ വന്നതാണ് ഞാൻ. അപ്പൊ അയാൾ ചോദിച്ചു, എന്ത് തരും? കണ്ട, റസൂലുള്ള ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞയാൾ ദുനിയാവിൽ എന്തു തരും എന്നർത്ഥത്തിൽ ചോദിച്ചു. അബൂദഹദ പറഞ്ഞു റളിയല്ലാഹു അൻഹു, മദീനത്തെ പള്ളിയുടെ ചാരത്തുള്ള എന്റെ ഈത്തപ്പനയുടെ തോട്ടം മൊത്തമായി ഞാൻ നിങ്ങൾക്ക് തരാം. മദീനയിലെ സായാഹ്നങ്ങളിൽ സഹാബത്ത് വന്നിരിക്കാറില്ല, കാറ്റുകൊള്ളാറില്ല, മനോഹരമായി പൂത്തുല്ലസിച്ച് നിൽക്കുന്ന 100 കണക്കിന് പനകളുള്ള തോട്ടമാണത്. ഞാൻ തരാം. അത് മൊത്തം കൊടുത്ത് ആ ഒരൊറ്റ പന വാങ്ങി. അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയ അബൂദഹദ അബൂദുജാന റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സഹോദരാ, ആ പന ഞാൻ കച്ചവടം ചെയ്തു, നിങ്ങൾക്ക് ഹദിയ നൽകുകയാണ്. ഇനി സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ പോരണ്ട. അതും പറഞ്ഞ് അബൂദഹദ ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അതേ, അബൂദഹദ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പന ഞാൻ വാങ്ങി നമ്മുടെ പ്രിയപ്പെട്ട അബൂദുജാനക്ക് ഹദിയ കൊടുത്തു നബിയേ.
സ്വർഗത്തിലെ പന ഇപ്പൊ എന്റേതല്ലേ? പുണ്യനബി മിണ്ടുന്നില്ല. രണ്ടാമതും ചോദിച്ചു, നബിയേ ആ പന സ്വർഗത്തിൽ എനിക്കുള്ളതല്ലേ? അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. മൂന്നാമത് ചോദിക്കുമ്പോ ബുദ്ധ കരഞ്ഞുപോയി. തന്റെ തോട്ടം പോയ സങ്കടത്താലല്ല, സ്വർഗത്തിലെ പന കിട്ടില്ലല്ലോ എന്ന വേദനയാൽ. ആ നിമിഷമതാ പുണ്യനബിയുടെ മുഖം പുഞ്ചിരി പൂത്തി വിരിയുകയാണ്. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ പുഞ്ചിരി തൂകി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അബൂദഹദ കരയണ്ട മുത്തേ, മാസോല ജിബ്രീൽ എന്റെ അടുത്ത് ഇപ്പൊ വന്നുപോയി. നിങ്ങളുടെ കച്ചവടം ഞാൻ അറിഞ്ഞു അബൂദഹദ. നിങ്ങളുടെ കച്ചവടം ആകാശലോകത്ത് ചർച്ചയായി. അബൂദഹദ, അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയോ? നാളെ സ്വർഗത്തില് നിങ്ങൾക്ക് ആ പനയല്ലേ ഓഫർ ചെയ്തത്. പക്ഷേ അബൂദഹദ, നാളെ സ്വർഗത്തിന്റെ ഒരു താഴ്വാരം മുഴുവൻ ഈ തപ്പനയുടെ തോട്ടം നിങ്ങൾക്കുണ്ട് അബൂദഹദ. ഖാല റസൂലുള്ളാഹി. ഒരു താഴ്വാരം മൊത്തം ഈ തപ്പനയുടെ തോട്ടം നിങ്ങൾക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അബൂദഹദ അങ്ങനെ പറയാൻ കാരണം? അബൂദഹദ റളിയല്ലാഹു അൻഹു തോട്ടം നേരെ അബൂദുജാന തങ്ങൾക്ക് കൊടുത്താൽ മതി. പക്ഷേ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെട്ടു. മുസ്തഫ നബിയുടെ നൂർ അവരുടെ ഹൃദയത്തിൽ തിളങ്ങി. അപ്പോൾ ഹുബ്ബുൻ നബി വളരുകയായിരുന്നു. അതെ, മുസ്തഫ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ചാർലി എന്ന സിനിമയില് താടി വെച്ച സിനിമാ നടനുണ്ടായപ്പോ മലപ്പുറം ജില്ലയിലെ യുവതകളെ താടി വെക്കാൻ തയ്യാറായില്ലയോ? അപ്പൊ റസൂലുള്ളാഹിനോടുള്ള പ്രണയം സഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും. നേരം ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാ തുണറബ്ബന. അല്പം മുമ്പൂടെ പാടിയില്ലേ ഹബീബേ, മരണത്തിന്റെ സക്കറാത്തിന്റെ വേളയിൽ ഹൽക്കിലെത്തിയാൽ പിന്നെ അവൻ അൺകോൺഷ്യസ് മൈൻഡിലാണ്, പിന്നെ അവന് സംസാരിക്കാൻ കഴിയില്ല. ആ നേരത്തെ ഇബ്ലീസ് വരുന്നത് തെറ്റായ മാർഗത്തിൽ ആരെയാണോ നമ്മൾ പ്രണയിച്ചത് അയാളുടെ രൂപത്തിൽ വരും. അപ്പൊ ദുൽഖർ സൽമാന്റെ രൂപത്തിൽ വരും. റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട. ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു എന്നൊരാൾ സഹാബി എന്ന് കരുതി അയാളുടെ രൂപത്തിൽ വരും ഇബ്ലീസ്. എന്നിട്ട് മോനെ കുടിച്ചടാന്ന് പറഞ്ഞാൽ കുടിച്ചാൽ ഫഖദ് കഫറ, അവൻ കഫറായി ചത്തുപോകും. ഖാല റസൂലുള്ളാഹി. അതല്ല, പ്രകാശമുള്ള ഹൃദയമാണെങ്കിൽ മദീനയുടെ ടവർ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടിങ്ങോട്ട് ചില ട്രാൻസ്ഫോമറുകളിലൂടെ കടന്നു വന്ന മുഹമ്മദീയ പ്രകാശമാണെങ്കിൽ വർത്തമാനകാല ഉമ്മത്തിന്റെ രാജകുമാരനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. നിങ്ങളൊന്ന് സന്ധിക്കാൻ കഴിയുമോ? നമുക്ക് ഒന്ന് ചേർന്നിരിക്കാൻ കഴിയുമോ? നമുക്ക് മതി ഹബീബേ. ചെറുപ്പക്കാരാ, നീ നിന്റെ വസ്ത്രം മാറ്റണ്ട, നിന്റെ പാന്റ് മാറ്റണ്ട, തസ്ബീഹ് മാല പിടിച്ച് പള്ളിയുടെ ഉള്ളിലിരിക്കണമെന്നല്ല ബഷീർ പറയുന്നത്. നീ നിന്റെ ഏത് ഡ്രസ്സായാലും, നിന്റെ പ്രൊഫഷൻ ഏതാണെങ്കിലും നിനക്ക് റസൂലുള്ളാഹി ഹൃദയത്തിലൊന്ന് കയറ്റാൻ പറ്റുമോ? അത് കയറിയപ്പോഴാണ് ഫൈസൽ മുസ്ലിമായത്. ചെറുപ്പക്കാരാ, ആര് മരിച്ചാലാണ് ഈ നന്മ കിട്ടുക? ആരുടെയൊക്കെ പ്രാർത്ഥനയാണ് ആ ചെറുപ്പക്കാരൻ ലഭിച്ചത്? കേരളം മുഴുവനുള്ള മലയാളികൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ പ്രാർത്ഥന അലമാല കണക്ക് ആ ചെറുപ്പക്കാരന് കിട്ടിയില്ലേ സഹോദരങ്ങളെ? മുഹമ്മദീയ പ്രകാശധാര ഹൃദയത്തിലേറ്റി അഭിമാനത്തോടെ മരണപ്പെട്ടില്ലേ ചെറുപ്പക്കാരാ? നമ്മൾ മരിച്ച ആരാ മയ്യത്ത് നിസ്കരിക്കുക? ആരാ സന്തൂക്കിന്റെ പെട്ടി പിടിക്കുക? ആരാ ഖബറിലേക്ക് വെക്കുക? അതുകൊണ്ട് ചരിത്രത്തിൽ നിന്റെ പേരെഴുതി വെക്ക്.
ഈ കടുങ്കാത്തുണ്ട് നിന്റെ ചരിത്രം രോമാഞ്ചത്തോടെ നിന്നെ ഓർക്ക്. ഇവിടുത്തെ സഹോദരിമാര് പറയട്ടെ, ഇന്നയാളുടെ മകൻ ആ ചെറുപ്പക്കാരൻ എന്തോരു നല്ല മനുഷ്യനാ, അവൻ എല്ലാവർക്കും പരോപകാരിയാ. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആത്മയാനങ്ങൾ നീയൊന്നു തുഴയേ, അത് അത്തിപ്പറ്റയിൽ ചെന്ന് നിൽക്കട്ടെ. മുഹമ്മദീയ നൂറാനിയത്തിന്റെ പ്രകാശം ഹൃദയങ്ങളിൽ നിറയട്ടെ, പുഞ്ചിരി വിരിയട്ടെ. ഗൈബത്തില്ലാത്ത, നമീമത്തില്ലാത്ത, പരദൂഷണമില്ലാത്ത, ഹറാമില്ലാത്ത പുലരികൾ നമുക്ക് സംജാതമാകട്ടെ. മുസ്തഫായ നബി നമ്മുടെ മരണത്തിന്റെ വേളയിൽ വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് നിങ്ങളുടെ കടുങ്ങാത്തുണ്ടിൽ വരും ഹബീബേ. ഫിൽ യഖ്ലത്തി തന്നെ വരും, ഔ ഫിൽ മനാം, അല്ലെങ്കിൽ സ്വപ്നത്തിൽ. ആരോ ചില ആളുകൾ സ്വപ്നമില്ലാ കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ, ഉഡായിപ്പ് സ്വപ്നം പറഞ്ഞപ്പോ സ്വപ്നം പോലും സത്യമല്ലെന്ന് ചിലർ മനസ്സിലാക്കി പോയി. പക്ഷെ അങ്ങനെയല്ല ഹബീബേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. രാജാവ് വരും, രാജാവ് വരും, മുസ്തഫായ നബി വരും, നിലാവിന്റെ കൈകളുമായി സ്വപ്നത്തിൽ നമ്മളെ കാണാൻ. നമുക്ക് ഭാഗ്യമില്ലാതെ പോയ ആളുകളല്ലേ നമ്മൾ. വിരാമമിടുമ്പോൾ ഈ വിഷയത്തിന്റെ പകുതി പോലും പൂർത്തിയാകാതെ ഒട്ടേറെ മണിക്കൂറുകൾ നിങ്ങൾ എവിടെ ഇരുന്ന് ഇനി ഇവിടെ ദുആ ഇരിക്കാനിരിക്കുമ്പോൾ പാതി വഴിയിൽ ഞാൻ പിൻവാങ്ങുകയാണ്. 14 നൂറ്റാണ്ടിന് ശേഷം പാപിയായി ജീവിക്കേണ്ടി വന്നവരാ നമ്മൾ. മുസ്തഫായ നബിയുടെ കാലത്ത് മദീനയിൽ എനിക്കും നിങ്ങൾക്കും കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ റസൂലിട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. പുണ്യനബിയുടെ തിരുശരീരത്തെ തഴുകി ഒഴുകി വരുന്ന കാറ്റ് മദീനയിൽ മാത്രം വീശുന്നൊരു കാറ്റുണ്ട്. റിഹുസ്സബാ, അത് വടക്കൻ കേരളത്തിൽ വീശിയ നിവിൻ പോളിയുടെ കാറ്റല്ല. മുന്നനബിയുടെ നൂറാനിയത്തിന്റെ തിരുശരീരത്തെ തഴുകിയ കാറ്റ് മുന്തിരി വള്ളിയായ എന്നെ തഴുകുമല്ലോ, നിങ്ങളെ തഴുകുമല്ലോ. അത് പറ്റിയില്ലെങ്കിൽ പുണ്യനബി കയറിയിരുന്ന കസ്വാ എന്ന ഒട്ടകം ഞാനായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ, ഹാ കസ്വാ നീ എത്ര ഭാഗ്യവതിയാ. നാളെ സ്വർഗത്തിൽ നിങ്ങ് ഓടി നടക്കൂലേ കസ്വാ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കുന്ന താഹ തന്റെ തള്ളിർമേനി തോളിൽ വഹിച്ചേന് ഞാൻ. ബദറിൽ ശരങ്ങൾ തടുത്തേന് ഞാൻ, പാരം ചുമന്ന് നടന്നേന് ഞാൻ. സൈകത പരപ്പുകളുടെ ചുരുളുകൾ താണ്ടി യമനിലേക്കും ഷാമിലേക്കും തിരുമുസ്തഫാന്റെ ശരീരവുമായി നടന്നു പോകാൻ കഴിഞ്ഞില്ലല്ലോ ഹബീബിങ്ങളെ. ഒരരിപ്രാവായി ജനിച്ചിരുന്നെങ്കിൽ പുണ്യനബിയുടെ ഈന്തയോലകൾ മെടഞ്ഞ പള്ളിയുടെ മുകളിൽ ഇരുന്നിട്ട് ആരംഭ പൂമാന് കൊതിയോടെ നോക്കാമായിരുന്നല്ലോ. ഭാഗ്യമുണ്ടായില്ല. മദീനയിലെ ഒരു മണൽത്തരിയായി ഞാനും നിങ്ങളും ജനിച്ചിരുന്നെങ്കിൽ ആദരവായ നബിയുടെ പദപങ്കജം എന്റെയും നിങ്ങളുടെയും മുകളിൽ പതിയുമായിരുന്നല്ലോ. പക്ഷേ 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീണോ. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ. അല്ലാഹുവേ പുണ്യമദീനെ പ്രണയമാക്കണേ അല്ലാ. اللهم حبب إلينا المدينة اللهم حبب إلينا المدينة اللهم حبب إلينا المدينة. السلام عليكم ورحمة الله وبركاته.